കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 19B പറയുന്നത് റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫോർമേഷൻ, അതായത് ഒരു മെമ്പർക്ക് ഒരു സൊസൈറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ് 19Bയിൽ പറയുന്നത്. അത് അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കിട്ടുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള KCS ആക്ടിൻ്റെ അപ് ടു ഡേറ്റ് കോപ്പി, രണ്ടെന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് കോപ്പി ഓഫ് KCS റൂളാണ്, മൂന്നെന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് കോപ്പി ഓഫ് ബൈലോ, സൊസൈറ്റിയുടെ ബൈലോയുടെ അപ് ടു ഡേറ്റ് കോപ്പി, നാലെന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, അഞ്ചെന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും, ആറെന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് ദ സൊസൈറ്റിയുടെ അക്കൗണ്ടുകളായ ആ മെമ്പർക്ക് അതിൻ്റെ അകത്തുള്ള ആ സൊസൈറ്റിയിലുള്ള അക്കൗണ്ടുകളുടെ എല്ലാം ഡീറ്റെയിൽസ്, ഏഴെന്ന് പറയുന്നത് സമ്മറി ഓഫ് ഡിഫെക്ട്സ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, കമ്മിറ്റിയും ജനറൽ ബോഡിയും അംഗീകരിച്ച് കൊടുക്കുന്ന റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, ഇവയെല്ലാം കൂടി ചേർത്തുള്ള സമ്മറി ഓഫ് ഡിഫെക്ട്സ്, ഇത് പരിശോധിക്കാനും മെമ്പർക്ക് അവകാശമുണ്ട്. സെക്ഷൻ 20 പറയുന്നത് വോട്ട് ഓഫ് മെമ്പേഴ്സാണ്. എല്ലാ മെമ്പർക്കും ഒരു വോട്ടേ ഉള്ളൂ, ഓരോ മെമ്പർക്ക് ഓരോ വോട്ട് വീതമേ ഉള്ളൂ. സെക്ഷൻ 20 ക്ലോസ് എയിൽ പറയുന്നത് ഒരു മെമ്പറെ ഇലക്ഷന് 60 ദിവസത്തിനുള്ളിലാണ് അക്കോമഡേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ 60 ദിവസത്തിന് ഉള്ളിലാണ് അയാളെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതെങ്കിൽ അയാൾക്ക് വോട്ടിനുള്ള അധികാരമില്ല. ഒരു ഇലക്ഷൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് 60 ദിവസത്തിന് മുമ്പ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രമേ എന്തെന്നുള്ളൂ വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. 60 ദിവസത്തിന് ഉള്ളിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. അതോടൊപ്പം തന്നെ ഒരു നോമിനൽ മെമ്പറിനോ ഒരു അസോസിയേറ്റ് മെമ്പറിനോ വോട്ടിംഗ് റൈറ്റ് ഇല്ല. അതുപോലെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് നോമിനി ഉണ്ട്. കമ്മിറ്റിയിലെ ഗവൺമെൻറ് നോമിനിക്ക് ഒരു വോട്ടേ ഉള്ളൂ, ഇൻക്ലൂഡിങ് ദ റൈറ്റ് ഓഫ് വോട്ട് ഫോർ എലക്ഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സ് ഓഫ് ദ സൊസൈറ്റി, ഒരു വോട്ട് മാത്രമേ ഗവൺമെൻറ് നോമിനിക്ക് ഉള്ളൂ. അതോടൊപ്പം തന്നെ എക്സ് ഒഫിഷ്യോ മെമ്പർ സൊസൈറ്റിയുടെ എക്സ് ഒഫിഷ്യോ മെമ്പറിന് ഒരു വോട്ടേ ഉള്ളൂ. പക്ഷേ അവർക്ക് എലക്ഷൻ, അതായത് ഓഫീസ് ബെയറേഴ്സിൻ്റെ എലക്ഷനും അതോടൊപ്പം തന്നെ റിമൂവലിനും അവർക്ക് എന്ത് ചെയ്യില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല. പിന്നെ അതോട് പറയുന്നത് ഇക്വാളിറ്റി ഓഫ് വോട്ട്, അതായത് വോട്ട് ഈക്വൽ വരുമ്പോഴത്തേക്കും ചെയർമാന് എന്ത് ചെയ്യുന്നുള്ള അവിടെ ഒരു കാസ്റ്റിംഗ് വോട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് വോട്ട് ഇത് ചെയ്യാനുള്ള അധികാരം ചെയർമാനുണ്ട്.